ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നിങ്ങളൊരു സ്ത്രീയാണോ? അല്ല, ഞാനൊരു രാക്ഷസി തന്നെയാ. എന്നെ ചതിക്കുന്നവരോടും പിന്നിൽ നിന്ന് കുത്തുന്നവരോടും ആ സ്വഭാവം മാത്രം ഞാൻ കാണിക്കൂ. അല്ല, നിന്നെ പോലെ നന്മവരായിട്ട് ജീവിക്കാനൊന്നും എന്നെ കിട്ടില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ നിന്റെ വയറ്റി കുരുത്തതിന്റെ ജാതക ഗുണം. അത് നിന്റെ വയറ്റി വന്ന് കുരുത്തപ്പോ തന്നെ വേറൊരുത്തിയുടെ വയറ്റി കിടന്നത് ഇല്ലാതായി. ഇനി ഈ വീട്ടിൽ എന്തൊക്കെ സംഭവിക്കുന്ന ആർക്കറിയാം? ഈ വീട്ടിൽ നടക്കുന്നതിന്റെ എല്ലാ ഉത്തരവാദിത്വവും എന്റെ കുഞ്ഞിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട. പിന്നെ ആരുടെ തലയിൽ കെട്ടിവെക്കണം? ഞാനത് നിന്റെ കുഞ്ഞിന്റെ തലയിൽ തന്നെ കെട്ടിവെക്കും. നിങ്ങൾ സന്തോഷിക്കേ, നല്ലതുപോലെ സന്തോഷിക്കേ. പക്ഷേ ഇതെല്ലാം തകർന്നടിയുന്നൊരു ദിവസം വരും, നോക്കിക്കോ. എന്തായാലും ഒരുത്തിയുടെ വിക്കറ്റ് നല്ല ഈസി ആയിട്ട് അങ്ങ് അടിച്ചുപോയി. ഇനി അടുത്തത് നിന്റെ വയറ്റി കിടക്കുന്ന ഈ വിക്കറ്റ്, അതും ഇങ്ങനെ തന്നെ തെറിച്ചു പോവും. ഇതിനുള്ള മറുപടി പറയാൻ എന്റെ കയ്യിന് അറിയാഞ്ഞിട്ടല്ല. ഓരോ തവണയും നിങ്ങൾ ഇതുപോലെ പറഞ്ഞും ചെയ്തും വെക്കുമ്പോ തല്ലി തല്ലി എന്റെ കൈക്ക് തന്നെ ഇപ്പൊ നാണക്കേട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്കൊരു മാറ്റം വരുന്നില്ലല്ലോ. ഞാനിവിടെ ഇല്ലാതിരുന്ന കുറച്ച് സമയം കൊണ്ട് നിങ്ങൾ ഈ വീടിനെ ആകെ ഇളക്കി മറിച്ചു. സ്നേഹയുടെ വയറ്റിലെ കുഞ്ഞില്ലാതായതിനു പിന്നിൽ നിങ്ങളാണോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എന്നിട്ടത് നിങ്ങൾ എന്റെ കുഞ്ഞിന്റെ ജാതക ദോഷമായിട്ട് വെച്ച് കെട്ടാൻ നോക്കുന്നു. എന്റെ വയറ്റിലൊരു കുഞ്ഞു കുരുത്തു പോയതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്നോടുള്ള പകയും വിദ്വേഷവും നല്ല ഭംഗിയായിട്ടങ്ങ് തീർത്തു അല്ലേ? സ്നേഹയുടെ കുഞ്ഞില്ലാതായി പോയത് എന്റെ ഉള്ളിലെ ഈ കുഞ്ഞുണ്ടായതുകൊണ്ടല്ലാന്ന് നിങ്ങക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ എനിക്കത് നന്നായിട്ട് ഉറപ്പായി. ആ കുഞ്ഞില്ലാതായതിന് പിന്നിൽ നിങ്ങൾ തന്നെയാ. ആണോ? എന്നാ നീ പോയി തെളിയിക്ക്. എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ പിടിച്ചു നിർത്തി വിചാരണ ചെയ്ത് ശിക്ഷ വിധിക്കും. എല്ലാവരുടെ മുമ്പിൽ വെച്ച് തന്നെ നിങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ വിധിച്ചിരിക്കും. സ്നേഹയുടെ പ്രഗ്നൻസി അലസി പോയതിന് പിന്നിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് തെളിഞ്ഞ അതോടെ നിങ്ങളുടെ എല്ലാ കളികളും ഞാൻ നിർത്തും. ഈ വീട്ടിൽ നിന്ന് അച്ഛൻ തന്നെ നിങ്ങളെ ഇറക്കി വിടും. അതെ, അത് നിന്റെ സ്വപ്നം മാത്രം. ഞാൻ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്താലും ഇനി എന്നെ ഒരാളും ഇവിടുന്ന് ഇറക്കി വിടാൻ പോകുന്നില്ല. അതിനെ ഇവിടെ ആർക്കും കഴിയേയില്ല. അതിനുള്ള ഉറപ്പ് എന്റെ കയ്യിലുണ്ട്. എങ്കിൽ നമുക്ക് കാണാം. കാണിക്കാൻ ഞാനും തയ്യാറാ. ആദ്യം നീ എനിക്കെതിരെയുള്ള തെളിവ് കൊണ്ടുവാ. ആ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. നീ പോയി കുഞ്ഞ് നഷ്ടപ്പെട്ടെന്റെ വിഷമത്തിലിരിക്കുന്ന സ്നേഹം ധനുഷിനെ ആശ്വസിപ്പിക്കേ. ചെല്ല്. അതിന് തന്നെയാ ഞാൻ പോകുന്നത്. ഒരുപാട് ആഗ്രഹിച്ചുണ്ടായ കുഞ്ഞ് നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ ഇരിക്കുന്നവരെ രണ്ടുപേരെയും ഞാൻ ആശ്വസിപ്പിക്കും. പക്ഷേ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടത് നിങ്ങൾ കാരണമാണെന്ന് ഞാൻ അറിഞ്ഞ ആദ്യം ധനുഷ് തന്നെ നിങ്ങൾക്ക് തരാനുള്ളത് അങ്ങ് തന്നോളും. എന്താ നിങ്ങൾ ഞെട്ടിയോ? അപ്പൊ നിങ്ങൾക്കിതിൽ മനസ്സറിവുണ്ട്. ഇത് മതി, ഈ ഒരൊറ്റ ഞെട്ടൽ മാത്രം മതി സത്യം എന്താന്ന് എനിക്ക് തിരിച്ചറിയാൻ. ചിലപ്പോ എന്നെക്കാളും മുമ്പ് അത് ധനുഷ് തിരിച്ചറിയും. ഇന്ന് അവൻ അതിന് തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യും.